ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ ത്രികോണാകൃതിയിലുള്ള അതിന്റെ പുറത്ത് കയറുന്ന കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ കാണാൻ പറ്റും വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം ഭയങ്കര രസം. ഈ ഇത് കണ്ട ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പറയുന്നത് തിരുവനന്തപുരത്തെ കിളിമാറിനടുത്തുള്ള ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാനായിട്ടാണ്. ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പൊ നമ്മള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതെ. ഹായ് ഹലോ ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് ഒരു ചെറിയ റബ്ബർ തോട്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരു റബ്ബർ വള ഒരു അവിടെ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഇവിടെ നീരാടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം അങ്ങോട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ നോക്കിട്ട് വരാം. അതെ, ഇവിടെ മിക്കവാറും ഇവിടെയും നല്ല ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണ് ഇവിടെ. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന പുഴ നമുക്ക് കാല് നനയ്ക്കാം, ഇവിടെ ഒന്ന് കുളിക്കാം. നല്ല അടിപൊളി തടവാണ്. ഉറപ്പായിട്ട് നമ്മള് ആദർശോ ക്ഷാമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് കുളിക്കായിരുന്നു. സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. തോട് പോലെയാണ് കേട്ടോ. അതെ, ഇത് സൂപ്പറാണ് കേട്ടോ. ഇപ്പൊ മഴ പെയ്തപ്പോ വെള്ളം ഒരുപാട് കൂടിയിട്ടുണ്ട്. അങ്ങോട്ട് വേറെ ഒന്നല്ലേ, ഇതുവരെ ഉള്ളു കേട്ടോ. നല്ല വെള്ളം ഇവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. വെള്ളച്ചാട്ടം യഥാർത്ഥ വെള്ളച്ചാട്ടം താഴെയാണ്. നമ്മള് ഇവിടെ ഒരു കുഞ്ഞു പാലമുണ്ട്. ഇവിടെയാണ് വണ്ടിയൊക്കെ വെക്കുന്നത്. കാറും ഇഷ്ടം നിറയെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇത് സംഭവം തിരുവനന്തപുരത്ത് കിളിമാനൂര് ഒരു കുമിൽ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന ഒരു മീൻമുട്ടി വാട്ടർഫാൾസ് ആണ്. ട്രിവാൻഡ്രത്ത് മൊത്തം 2 മീൻമുട്ടിയാണ്. പൊന്മുടി പോണ റൂട്ടില് ഈ മീൻമുട്ടി. അതുകൊണ്ട് മാറിപ്പോവും. എല്ലാവരും അത് നോക്കിയിട്ട് വേണം വരാനായിട്ട്. നല്ല അടിപൊളി വെള്ളച്ചാട്ടം വരുന്ന താഴെ എഴുന്നാണ്ട്. അപ്പൊ ഒരു ചെറിയൊരു പാലുണ്ട്. അപ്പൊ അത് താഴെ ഇറങ്ങി അവിടെ നമുക്ക് താഴെ പോവാം. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ശാസ്താ ക്ഷേത്രം, ദേവീക്ഷേത്രം അല്ലേ, അയ്യപ്പൻ എല്ലാം പറയണത് നീ നോക്കടാ. അവിടെ അതന്നെ ഇരുന്നാട്ടി മുൻമുട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അയ്യപ്പന്റെ ഇവിടെ ഒരു ചെറിയൊരു മരത്തിന്റെ സംഭവം എന്തോ സംഭവം ചെയ്തതാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിലിവിടെ ഈ കയറ് കെട്ടി ഇവിടെ എന്തോ ബോർഡ് എന്തോ നോക്കിയിട്ടിരുന്നു. എന്തോ പോയതായിരിക്കണം. ഒരു പാലമുണ്ട്. ഈ പാലം ഇവിടെ നിന്ന് ഇടത്തോട്ട് പോവാം. ഇടത്തോട്ട് പോകുന്നത് അമ്പലത്തിലും അവിടെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. അവിടെ നിന്ന് വെള്ളച്ചാട്ടം നമുക്ക് ഈ പാലത്തിൽ കൂടെ കയറിപ്പോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാലമാണ്. അടിപൊളി വെള്ളം ഒഴുകുന്ന നല്ല രസമുണ്ട്. ഈ പാലം ഒരു കുഞ്ഞു പാലമാണ്. രണ്ടുപേർക്കൊക്കെ കഷ്ടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു പാറയാണല്ലേ, പാറ. അമ്മേ, നമ്മള് ടൂറിസ്റ്റ് പ്ലേസുകൾ വെച്ച് നോക്കുമ്പോഴേ മഴയ്ക്ക് ശേഷം ഒരു വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് വരുന്ന ഇത് ആദ്യമാണ്. അത്യാവശ്യം നിറച്ച് വെള്ളമുണ്ട്. ഇതെനിക്ക് തോന്നുന്നു വേനൽ സമയത്ത് വെള്ളം ഇത്രയും ഉണ്ടായിരുന്നില്ലായിരിക്കും അല്ലേ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. വാവ്, കറക്റ്റ് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ബ്യൂട്ടി പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത് ഭയങ്കര അങ്ങോട്ട് അടുത്തോട്ട് പോകുമ്പോ നമ്മളെ സൗണ്ട് ക്ലിയർ ആ കിട്ടത്തില്ല. പക്ഷെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു മനോഹാരിത ഭയങ്കര രസമാണ് കാണാൻ. അപ്പൊ നമ്മള് പാലത്തിന് മുകളിൽ നിന്നാൽ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭംഗി കാണാൻ പറ്റും. വെള്ളം അടിപൊളി പതഞ്ഞ് ഒഴുകുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇവിടെ ഒരു ചെറിയൊരു മരമൊക്കെ ഉണ്ട്. നല്ല വർഷങ്ങളുള്ള ഒരു മരമാണ്. നല്ല രസമാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. വെള്ളത്തിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ പറയണത് എന്ന് പ്രതീക്ഷിക്കുന്നു. സൈഡ് ഒരു വാലി അടിപൊളി. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് പാറയുടെ ടോപ്പിൽ കയറിയിരിക്കുകയാണ്. അടിപൊളി ഒരു വ്യൂ ആണ് വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഇത് അമ്പലത്തിന്റെ പടി ഇറങ്ങി പറഞ്ഞല്ലേ, അവിടുത്തെ അമ്പലത്തിന്റെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതാണ് കേസ്. ഇവിടെ വന്ന് അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി വരാനായിട്ട് കഴിയുന്നത്. അത് അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. എത്രത്തോളം സൗണ്ട് കിട്ടുമെന്ന് അറിഞ്ഞൂടാ.
വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു മരം നിപ്പുണ്ട്, കാണാൻ ഭയങ്കര രസമാണ്. ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വലിയ വലിയ ആഴമെന്നുള്ള വെള്ളച്ചാട്ടമല്ല, എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാൾസ്. നല്ല രസമുണ്ടല്ലേ? മഴ പെയ്തപ്പോ വെള്ളം കുറച്ചധികം കൂടി. വാ, എന്ത് രസമല്ലേ കാണാൻ. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്ത് അവിടെ പോയി ഇരിക്കാനായിട്ട് ചെറിയൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. അവിടെ ചെന്നിരിക്കാൻ നല്ല അടിപൊളി ഒരു കാലാവസ്ഥയും ആ മഴ വെള്ളം കൂടി വളരെ രസമുണ്ട്. മനസ്സിന് കുളിർമയായ ഒരു കാഴ്ച. ഭയങ്കരമായിട്ടൊരു ഇവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര തണുപ്പും. എനിക്കാണെങ്കിൽ അമ്പലത്തിന്റെ വെള്ളച്ചാട്ടം ഇരിക്കട്ടെ, അമ്പലത്തിന്റെ അതെ അതെ അതെ. ഇവിടെ കുറെ ഫ്രണ്ട്സ് പയ്യന്മാരൊക്കെ കുളിക്കുന്നുണ്ട്. ഒരുപാട് പയ്യന്മാരൊക്കെ കുളിക്കുന്നുണ്ട്. താഴോട്ടൊക്കെ പോവാം. താഴോട്ടിറങ്ങാം. നമ്മളങ്ങനെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വഴി ഇതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ഒരു രക്ഷയില്ലാതെ കൂടെ കാണാൻ പറ്റും. കിട്ടിലുണ്ട് കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു രക്ഷയില്ല. നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണ്ടേ? വെള്ളത്തിൽ ഇറങ്ങിയ എന്തെങ്കിലും ഇറങ്ങണോ? ഇറങ്ങണോ? പുറത്തുണ്ടോ? പിന്നെ നമ്മള് വെള്ളത്തിൽ ഇറങ്ങി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി വന്നു. നമ്മള് പക്ഷെ കുളിക്കാൻ കണക്കിന് വരേണ്ടതായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു നല്ല ഭയങ്കര അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. കിടിലാണ് കാണാനായിട്ട്. അടിപൊളി സൂപ്പറല്ലേ? കുറെ കാലത്തിന് ശേഷം നല്ല കണ്ണിന് കുളിർമയാകുന്ന നമ്മളൊരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പാലത്തിന് അടിയിൽ വരുന്ന കാഴ്ച. ഈ പാലം വഴി നമ്മളിവിടെ താഴെ ഇറങ്ങി വന്നിട്ട് ഇറങ്ങി വന്നത് ഇവിടെയൊക്കെ വന്ന് നിൽക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നു വെള്ളം കുറവായിരുന്ന സമയത്ത് ആൾക്കാർക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റും. അപ്പൊ ആൾക്കാർ പേര് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തൂടെ ഇറങ്ങാൻ പറ്റും. അപ്പുറത്തൂടെ ഇറങ്ങാൻ പറ്റും. ഇവിടെ നമുക്ക് കുറെ ദൂരം എന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം ഭയങ്കര രസം. ഇത് കണ്ട നല്ല രസമുണ്ടല്ലോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ ഇത്? അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ച് മുകളിലോട്ട് കയറണം. അവിടെ കുറെ പാറൊക്കെ നടന്നാണ് കയറേണ്ടത്. നമ്മൾ പറഞ്ഞതൊക്കെ കിട്ടിയാന്ന് അറിഞ്ഞൂടാ. പക്ഷേ അടിപൊളി വെള്ളച്ചാട്ടം. കിട്ടില്ല വെള്ളച്ചാട്ടം. നമ്മളിപ്പം ഈ വേനൽ സമയത്ത് ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു വെള്ളമുള്ള മഴ പെയ്തതിന് ശേഷം വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്ന ഇതാണ്. ഇത് അടിപൊളി വെള്ളച്ചാട്ടം. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പറഞ്ഞതൊക്കെ ക്ലിയർ കിട്ടിയെന്ന് അറിഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കാനൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ വെള്ളച്ചാട്ടം. നമ്മളിനി മുകളിലോട്ട് പോകണം. മുകളിൽ ഇനി അവിടെ ചിലപ്പം ഐസ്ക്രീം കുടിക്കാം. ഐസ്ക്രീം കൂടെ വേറെ ഒന്നുമില്ല. കുളിക്കാനായിട്ട് വരാൻ പറ്റിയ അടിപൊളി ഒരു ഇതാണ്. അതെ അതെ. മാക്സിമം വരാൻ ശ്രമിക്കുക അല്ലേ? പിന്നെ എവിടാണ്ട് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ശ്രീനാരായണ ഗുരുവിന്റെ അല്ലേ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് വരുന്ന ഒരു മണ്ഡപം പോലത്തെ ഇതാണ്. ഇതൊരു ത്രികോണാകൃതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റ്. അതാണ് അമ്പലം. ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം. ഈ ത്രികോണാകൃതിയിലുള്ള ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വല്ലാത്തൊരു വൈബ് ഫീൽ തന്നെയാണ്. മൊത്തത്തിലുള്ള റിവ്യൂ അവിടെ നിന്ന് ഇനി അറ്റം വരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ ത്രികോണാകൃതിയിലുള്ള അതിന്റെ പുറത്ത് കയറുന്ന കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളങ്ങനെ മീൻമുട്ടി വാട്ടർഫാൾസിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പോ നമ്മളെ വണ്ടി എടുത്തു, കുറച്ചിങ്ങോട്ട് വന്നായിരുന്നു. ഇപ്പൊ നമ്മളെ റോഡിൽ നിൽക്കുകയാണ്. നമ്മള് തിരിച്ചു പോകാൻ വെള്ളത്തിന്റെ സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പറയണത് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് എന്ത് ഇങ്ങോട്ട് വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അതെ, ഇത് സംഭവം മാപ്പിൽ കറക്റ്റ് ആണ്. പക്ഷെ 2 മീൻമുട്ടികളിലോട്ട് മാറി പോകേണ്ട. അത് കറക്റ്റ് നോക്കി ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. നമ്മുടെ പൊന്മുടി മീൻമുട്ടി ഇത് കിളിമാനൂരുള്ള കുമിൾ
ഗ്രാമപഞ്ചായത്തിലുള്ള മീൻമുട്ടി വാട്ടർ. അപ്പൊ നമുക്ക് ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. പിന്നെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. ബൈ ബൈ. ടാറ്റ.